ഹലോ എവ്രി വൺ. കോറിൻ്റെ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5 പോപ്പുലേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ജോഗ്രഫിയാണ്. പോപ്പുലേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ദെൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പാർട്ട് 2 സെറ്റിൽമെൻറ്റ് ജോഗ്രഫിയാണ്. അപ്പം സെറ്റിൽമെൻറ്റ് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസിനെ നമ്മളൊരു 100% ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ 100%-ൽ ഒരു 60-70% ചോദ്യങ്ങളും വരുന്നത് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കോൺസെപ്റ്റ് ബേസ്ഡ് എന്ന് പറയുമ്പം ചിലപ്പോൾ തിയറീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അർബൻ സ്പ്രൗള്, എന്താണ് മെഗാ സിറ്റി, എന്താണ് കോണർബേഷൻ, എന്താണ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്നും 60-70% ചോദിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ 20-25% തിങ്കർ ആൻഡ് പ്രപ്പൗണ്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം സെൻട്രൽ പ്ലേസ് തിയറി പ്രപ്പൗണ്ട് ചെയ്ത വ്യക്തി ആരാണ്, റാങ്ക് സൈസ് റൂൾ ആരുടെയാണ്, ഏത് വർഷമാണ്, പ്രിമേറ്റ് സിറ്റി കോൺസെപ്റ്റ് ഏത് പുസ്തകത്തിലാണ് ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തിങ്കർ ആൻഡ് പ്രപ്പൗണ്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 20-25% ഈ മേഖലയിൽ നിന്നും ചോദിക്കുന്നത്. ദെൻ അപ്ലൈഡ് ആൻഡ് അനലിറ്റിക്കൽ ആണ് 10-15% ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം റാങ്ക് സൈസ് റൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു കാൽക്കുലേഷൻ ആയിട്ടാണ് അവർ ചോദിക്കുക. ഒരു സിറ്റിയിൽ 10 lakh പോപ്പുലേഷൻ ഉണ്ട്, അതിൻ്റെ 4ാമത്തെ സിറ്റിയുടെ പോപ്പുലേഷൻ എന്താണ്, അങ്ങനെയുള്ള അനലിറ്റിക്കൽ അപ്ലൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ദെൻ അപ്പോൾ പോപ്പുലേഷൻ ജോഗ്രഫി നമ്മൾ നോക്കിയിട്ടുണ്ട്. തിയറി, ഇയർ ആൻഡ് അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പോപ്പുലേഷൻ ജോഗ്രഫിയിൽ നിന്നും പ്രീഡോമിനൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. സെറ്റിൽമെൻറ്റ് ജോഗ്രഫിയിലാണെങ്കിൽ വളരെ ട്രാപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സെറ്റിൽമെൻറ്റ് ജോഗ്രഫിയിൽ നമ്മൾ കാണുന്നത്. അതായത് തിങ്കേഴ്സും അതുപോലെ തന്നെ ഒരു സീക്വൻസ് ആൻഡ് ഓർഡറിനെ ബേസ് ചെയ്തിട്ടുള്ളതുമാണ് സെറ്റിൽമെൻറ്റ് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ. സോ ഈ ഒരു പാറ്റേണിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ സ്റ്റഡി പോകുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സെറ്റിൽമെൻറ്റ് ജോഗ്രഫി. കാരണം നിങ്ങൾക്ക് ഇതിനകത്തെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളൊക്കെ തന്നെ ക്ലിയർ ആണെങ്കിൽ ഏത് തരത്തിൽ ചോദ്യം വന്നാലും വളരെ സിമ്പിളായിട്ട് നമുക്കത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം സെറ്റിൽമെൻറ്റ് ജോഗ്രഫി പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് നമുക്ക് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുമ്പം അർബൻ സെറ്റിൽമെൻറ്റ്സും ഉണ്ട്, റൂറൽ സെറ്റിൽമെൻറ്റ്സും ഉണ്ട്. സോ ഇവിടെ നമുക്ക് ക്ലാസിഫിക്കേഷൻ, സെറ്റിൽമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് ആദ്യമായിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഇതിനെ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ സ്പേസിങ്ങിൻ്റെ, ഹൗസസിൻ്റെ സ്പേസിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം, ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ സൈസിനെ അടിസ്ഥാനമാക്കുന്ന സമയത്ത് ഹാംലെറ്റ് ടു മെട്രോപൊളിറ്റൻ സിറ്റി വരെ വലിയൊരു ഇതാണ് വരുന്നത്. നോക്കൂ, സെറ്റിൽമെൻറ്റ് ഹയറാർക്കിയിൽ നമ്മൾ പറയുന്നുണ്ട്, ആദ്യം ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ഹൗസ് ഓർ ഡ്വെല്ലിംഗ് വരുന്നു, അതിനുശേഷം അത് ഹാംലെറ്റ് ആവുന്നു, വില്ലേജ് ആവുന്നു, സ്മോൾ ടൗൺ ആവുന്നു, ലാർജ് ടൗൺ ആവുന്നു, പിന്നെ അത് വലിയൊരു കോണർബേഷനായിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു സൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി കഴിയുക. ദെൻ ഹൗസസിൻ്റെ സ്പേസിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഐസൊലേറ്റഡ് സെറ്റിൽമെൻറ്റ്, അതുപോലെ തന്നെ ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്, അതുപോലെ തന്നെ സെമി ക്ലസ്റ്റേർഡ് ഓർ ഫ്രാഗ്മെൻറ്റഡ് സെറ്റിൽമെൻറ്റ്, ദെൻ കോമ്പാക്ട് ഓർ ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ് എന്നിങ്ങനെ തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഐസൊലേറ്റഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗത്ത് ഉണ്ടാവുന്ന ഹൗസിംഗ് പാറ്റേണിനെയാണ് നമ്മളിവിടെ ഐസൊലേറ്റഡ് സെറ്റിൽമെൻറ്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഐസൊലേറ്റഡ് അതായത് വെരി സ്മോൾ ക്ലസ്റ്റർ ഓഫ് ഹൗസസ് ആയിരിക്കും. ഒരു പ്രദേശത്ത് വളരെ ചെറിയ ഒരു ക്ലസ്റ്റർ ഓഫ് ഹൗസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലഡാക്ക് റീജിയൻ, ഡെസേർട്ട് റീജിയൻ, ഇവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഐസൊലേറ്റഡ് സെറ്റിൽമെൻറ്റ്സ് കാണാൻ വേണ്ടി കഴിയുന്നത്. then അടുത്തത് ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് ആണ്. ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് ഏരിയയിൽ സ്കാറ്റേർഡ് ആയിരിക്കുന്ന സെറ്റിൽമെൻറ്റ്സിനെയാണ് നമ്മൾ ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ അലൂവിയം ഡെപ്പോസിഷനുള്ള ഭാഗങ്ങളിലാണ് ഈ ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് നമുക്ക് പ്രീഡോമിനൻ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത്. ഇപ്പം ആ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള, അല്ലെങ്കിൽ ഒരു ഹില്ലി ഓർ മൗണ്ടെയിൻ കോൺസ് ഉള്ള ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഒരു തിക്ക് ഫോറസ്റ്റ് ഉള്ള ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ റീജിയൺ ഉള്ള ഭാഗങ്ങളിൽ, ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മെയിൻലി ന്യൂ അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കാദർ റീജിയൻസ് ഉണ്ടല്ലോ, ആ റീജിയണിലാണ് പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പഞ്ചാബ് പോലുള്ള മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്താണ് സെമി ക്ലസ്റ്റേർഡ് എന്ന് പറയുന്ന ഒരു ഇതാണ്. അതായത് ഫ്രാഗ്മെൻറ്റഡ് അല്ലെങ്കിൽ
സെമി ക്ലസ്റ്റേർഡ് എന്ന് പറയുന്നൊരു ഇത് വരുന്നുണ്ട്. സെമി ക്ലസ്റ്റേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാലിയോ അല്ലെങ്കിൽ റോഡ് സൈഡോ റിവറോ റിഡ്ജോ ഉള്ള ഭാഗങ്ങളിൽ ക്ലസ്റ്റേർഡ് ആയിട്ട് കാണപ്പെടുന്ന, സെമി ക്ലസ്റ്റേർഡ് ആയിട്ട് കാണപ്പെടുന്ന, ഒരുപാട് ഐസൊലേറ്റഡും അല്ല, അതേസമയം ഒരുപാട് ഒരു കോമ്പാക്റ്റും അല്ലാത്ത ഒരു തരം സെമി ആയിട്ടുള്ളൊരു സെറ്റിൽമെൻറ്റ്സിനെയാണ് സെമി ക്ലസ്റ്റേർഡ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാനമായിട്ടും ഈ സെമി ക്ലസ്റ്റേർഡ് മേഖലകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഗംഗ യമുന ഡോബിൻ്റെ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ മധ്യപ്രദേശ്, മേഘാലയ, മണിപ്പൂർ തുടങ്ങിയ മേഖലകളിലാണ് സെമി ക്ലസ്റ്റേർഡ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി അടുത്താണ് കോമ്പാക്റ്റ് ഓർ ന്യൂക്ലിയേറ്റഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഇൻറ്റൻസീവ് കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഭാഗങ്ങളിലാണ് നമുക്കിത് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്. ചിലപ്പം ഒരു ടെമ്പിൾസ് ഉള്ള, മോസ്കുകളുള്ള, പോൺസ് ഉള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലും വളരെ ക്ലസ്റ്റേർഡ് ആയിട്ട് കാണാൻ കഴിയുന്ന, ഒരു കോമ്പാക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്ന സെറ്റിൽമെൻറ്റ്സിനെയാണ് നമ്മൾ കോമ്പാക്റ്റ് ഓർ ന്യൂക്ലിയേറ്റഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഈ സത്ലജ് ഗംഗ പ്ലെയിൻസിൻ്റെ ഭാഗങ്ങളിൽ ഒക്കെ ഈ ഒരു ഇത്തരത്തിലുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് കാണാൻ വേണ്ടി കഴിയാറുണ്ട്. ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് റൂറൽ സെറ്റിൽമെൻറ്റ്, അർബൻ സെറ്റിൽമെൻറ്റ് എന്നിങ്ങനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ റൂറൽ സെറ്റിൽമെൻറ്റ്സിൻ്റെ ഹയറാർക്കി, റൂറൽ സെറ്റിൽമെൻറ്റിൽ നിന്നും ഒരു അർബണിലേക്ക് എത്തുമ്പോഴുള്ള ഇതിൻ്റെ ഹയറാർക്കിയെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതായത് ആദ്യം ഒരു ഐസൊലേറ്റഡ് ഡ്വെല്ലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ പിന്നീട് അവിടുത്തെ പോപ്പുലേഷനും അവർ ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ സെറ്റിൽമെൻറ്റിൻ്റെ ഹയറാർക്കിയിൽ വലിയൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് സെറ്റിൽമെൻറ്റ് ഹയറാർക്കിയിൽ വരുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പാറ്റേൺ ആണ്. പാറ്റേൺ എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സിൻ്റെ പാറ്റേൺ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലീനിയർ പാറ്റേൺ, അതുപോലെ തന്നെ സ്റ്റാർ ഷേപ്പ്ഡ് പാറ്റേൺ, ടി ഓർ എൽ പാറ്റേൺ, അല്ലെങ്കിൽ വൈ ഷേപ്പ്ഡ് പാറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ പാറ്റേൺ ഉണ്ട്, ട്രയാങ്കുലർ പാറ്റേൺ ഉണ്ട്, സർക്യുലർ പാറ്റേൺ ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പാറ്റേൺസിൻ്റെ ഷേപ്പും അത് ഏത് തരം പാറ്റേൺ ആണ് എന്നുള്ളത്, ഇപ്പം ഒരു ലീനിയർ പാറ്റേൺ ആണെങ്കിൽ അത് എങ്ങനെയാവും ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചുള്ള അതിൻ്റെ ഷേപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രീവിയസ് ഇയറിൽ ഫ്രീക്വൻ്റ്ലി മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഇത്തരത്തിലുള്ള ഇമേജുകളും അതിൻ്റെ നെയിമും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ടൗൺസ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഒറിജിൻ ഓഫ് ടൗൺസിൻ്റെ തിയറീസ്, അർബൻ സിസ്റ്റത്തിൻ്റെ തിയറീസ്, ദെൻ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ. അതിൻ്റെ തിയറീസുമാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മേഖല എന്ന് പറയുന്നത്. അപ്പം തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ടൗൺസ് നോക്കുന്ന സമയത്ത് എന്താണ് ടൗൺ എന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. 2011 സെൻസസിനകത്ത് എന്താണ് ഒരു ടൗൺ, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു അറ്റ്ലീസ്റ്റ് പോപ്പുലേഷൻ 5,000 എങ്കിലും ഉണ്ടാവണം. അവിടുത്തെ 75% ഓഫ് മെയിൽ വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയിലായിരിക്കണം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 400 persons per square kilometer ആയിരിക്കണം എന്നുള്ള ഈ 3 ക്രൈറ്റീരിയയും അറ്റൈൻ ചെയ്യുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ ടൗൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ടൗണിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ തിയറീസ് ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തിയറിയാണ് നമ്മുടെ ലൂയിസ് മംഫോർഡിൻ്റെ ഓർഗാനിക് തിയറി ഓഫ് ടൗൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ടൗൺ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബോഡിയെ പോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലിവിങ് ഓർഗാനിസം ആണ്. അപ്പോൾ അത് അതിന് കിട്ടുന്നതായിട്ടുള്ള അനുസൃതമായിട്ട് അവിടെ നടക്കുന്ന എക്കണോമിക് ആൻഡ് സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനനുസരിച്ച് വളരുകയും തളരുകയും ചെയ്യും എന്ന് പറയുന്നതായിട്ടുള്ള ഒരു തിയറിയാണ് ഈ ലൂയിസ് മംഫോർഡിൻ്റെ ഓർഗാനിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഗാനിക് തിയറിയിൽ അദ്ദേഹം ഈ ഒരു ഒറിജിൻ ഓഫ് സിറ്റിയുടെ ഈ ഒരു പ്രോസസ്സിനെ, ഈ സിറ്റി ഒറിജിൻ ചെയ്യുന്നതായിട്ടുള്ള ഈ ഒരു പ്രോസസ്സിനെ ലൂയിസ് മംഫോർഡ് വിളിക്കുന്നതാണ് ഇംപ്ലൂഷൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇംപ്ലൂഷൻ, ഈ സിറ്റി ഒറിജിൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് അദ്ദേഹം ഇംപ്ലൂഷൻ എന്ന് വിളിച്ചിരുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ 2 പുസ്തകത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ടൗണിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. കൾച്ചർ ഓഫ് സിറ്റീസ് 1938 പബ്ലിഷ് ചെയ്യപ്പെട്ട ദ കൾച്ചർ ഓഫ് സിറ്റിയും അതുപോലെ തന്നെ ദ സിറ്റി ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന 1961 ഇറങ്ങിയ പുസ്തകത്തിൽ നിന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ ടൈപ്സ് ഓഫ് സിറ്റീസ് ടൗൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആണ്. ആ ഒരു സെൻസിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലൂയിസ് മംഫോർഡിനെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം പറയുന്നത്
കുറേ അദ്ദേഹം കുറച്ച് സിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം തുടക്കകാലങ്ങളിൽ മനുഷ്യനും എൻവയോൺമെൻറ്റും തമ്മിലുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഏർലിയസ്റ്റ് ഫോം ഓഫ് ടൗണിനെയാണ് ഇദ്ദേഹം ഇയോപോളിസ് എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, ദെൻ പോളിസ് എന്ന് പറയുന്നു. പോളിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൻഷ്യൻ ഗ്രീക്കിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റി സ്റ്റേറ്റിനെയാണ് അദ്ദേഹം പോളിസ് എന്ന് വിളിക്കുന്നത്. ദെൻ മെട്രോപോളിസ് എന്ന് പറയുന്നുണ്ട്, ഒരു അർബൻ സെൻറ്ററാണ്, അതായത് ട്രേഡും അഡ്മിനിസ്ട്രേഷനും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതായ ഒരു സെൻറ്ററിനെയാണ് അദ്ദേഹം മെട്രോപോളിസ് എന്ന് വിളിക്കുന്നത്. ദെൻ മെഗലപോളിസ് എന്നുള്ളൊരു ടേം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു അർബൻ സ്പ്രൗൾ സ്റ്റേജാണ് ഈ മെഗലപോളിസ് എന്ന് വിളിക്കുന്നത്. അതായത് അർബൻ്റെ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഒരു നിശ്ചിതമായ ബൗണ്ടറിയെയും കടന്ന് വളരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് അർബൻ സ്പ്രൗൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം മെഗലപോളിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ഈ അർബൻ സ്പ്രൗൾ സ്റ്റേജിനെയാണ്. ദെൻ ടാനറ്റോപോളിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്, അതായത് സിറ്റി ഓഫ് ഡെത്ത് എന്നാ പറയാം. ഓക്കെ, സിറ്റി ഓഫ് ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ആയിട്ടുള്ള, ഡീക്കേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് നമ്മൾ ലൂയിസ് മംഫോർഡ് ടാനറ്റോപോളിസ് എന്ന പേരുകൊണ്ട് അർത്ഥമാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് എന്താണ് ഇംപ്ലൂഷൻ എന്നതും നമ്മൾ അറിയണം. ഒരു സിറ്റി ഒറിജിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇംപ്ലൂഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ അദ്ദേഹം പറഞ്ഞ ഇയോപോളിസ്, പോളിസ്, മെട്രോപോളിസ്, മെഗലപോളിസ് ആൻഡ് ടാനറ്റോപോളിസ് എന്താണെന്നുള്ളതിനെ കുറിച്ചും നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. ഇതിനടുത്താണ് ഹെൻറി പിയറിനിയുടെ ഒരു തിയറിയാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ തിയറി പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡീവൽ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു മിഡീവൽ ടൈമിൽ അർബൻ സെൻറ്ററുകൾ ഡിക്ലൈൻ ചെയ്യുകയാണ്. അതായത് വെസ്റ്റേൺ യൂറോപ്പിൻ്റെ ഭാഗങ്ങളിൽ ഒരു മിഡീവൽ പീരീഡ് ആകുമ്പോഴത്തേക്കും അർബൻ സെൻറ്റേഴ്സ് ഡിക്ലൈൻ ചെയ്ത് വരുന്നുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ വഴിയുള്ള ട്രേഡിൽ ഇസ്ലാമിക് എക്സ്പാൻഷൻ സംഭവിച്ചതോടുകൂടിയാണ്, അല്ലാതെ റോമൻ എംപയർ ഫോളോ ചെയ്തത് കൊണ്ടല്ല ആ കാലഘട്ടങ്ങളിൽ വെസ്റ്റേൺ യൂറോപ്പിൽ ഉണ്ടായിരുന്ന അർബൻ സെൻറ്റേഴ്സ് ഡിക്ലൈൻ ചെയ്ത് വന്നത്. മറിച്ച് മെഡിറ്ററേനിയൻ വഴിയുള്ള ഇസ്ലാമിക് എക്സ്പാൻഷൻ ആണ് ഈ ഒരു അർബൻ സെൻറ്റേഴ്സിൻ്റെ ഡിക്ലൈൻ ചെയ്യുന്നതിനുള്ള കാരണം എന്നാണ് പറയുന്നത്. ദെൻ ഇദ്ദേഹത്തിൻ്റെ തിയറിയെ നമുക്ക് ട്രേഡ് തിയറി എന്ന് തന്നെ വിളിക്കാം. കാരണം അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു തരത്തിലും എന്ത് ചെയ്യില്ല, ഈ ടൗൺസ് ഡെവലപ്പ് ആവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഐഡിയയുടെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഗോർഡൻ ചൈൽഡയുടെ അർബൻ റെവല്യൂഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്ന വ്യക്തി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 പുസ്തകങ്ങൾ എഴുതിയൊരു വ്യക്തിയാണ്. 1936 മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇദ്ദേഹത്തിൻ്റെതാണ്. ദെൻ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന 1942 പബ്ലിഷ് ചെയ്ത പുസ്തകം ഇദ്ദേഹത്തിൻ്റെയാണ്. ദെൻ നമ്മുടെ ഈ ടൗൺസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദ അർബൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ്. 1950 ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1922-23 കാലഘട്ടങ്ങളിൽ ഉള്ള ഹെൻറി പിയറിനിയുടെ ഒരു കോൺസെപ്റ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഗോർഡൻ ചൈൽഡ് അദ്ദേഹത്തിൻ്റെ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിയോലിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേം ആദ്യം ഇദ്ദേഹം ഇതിനകത്ത് കോയിൻ ചെയ്യുന്നു. ഓക്കെ, ഈ നിയോലിത്തിക് റവല്യൂഷന് ശേഷമാണ് ഇത്തരത്തിലുള്ള ടൗണുകൾ ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ. കാരണം നിയോലിത്തിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അതായത് ഹണ്ടർ ആൻഡ് ഗ്യാദർ ആയിരുന്ന ഒരു സൊസൈറ്റി അഗ്രികൾച്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും ഇതിൻ്റെ ഭാഗമായി അവർ ഈ ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ് നിർത്തിയിട്ട് ഒരു സ്ഥിരം സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് ഈ കൾട്ടിവേറ്റ് ചെയ്ത സാധനങ്ങളുടെ സർപ്ലസ് എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ടൗൺ ഡെവലപ്മെൻറ്റിനെ സഹായിച്ചത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഗോർഡൻ ചൈൽഡയുടെ ഈ തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിറ്റിയെ അല്ലെങ്കിൽ ഒരു അർബൻ റെവല്യൂഷന് 10 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസ് അദ്ദേഹം ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്? ഗോർഡൻ ചൈൽഡ് പറയുന്നു നിയോലിത്തിക് റെവല്യൂഷൻ അല്ലെങ്കിൽ അർബൻ റെവല്യൂഷൻ എന്ന് പറയുന്നൊരു ഇത് പറയുന്നു. നിയോലിത്തിക് റെവല്യൂഷനിൽ നിന്നാണ് ഈ അർബൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഹണ്ടർ ആൻഡ് ഗ്യാദർ ആയിരുന്ന ഒരു സൊസൈറ്റി പിന്നീട് ഈ അഗ്രികൾച്ചർ തുടങ്ങിയതിന് ശേഷമാണ് ഒരു അർബൻ റെവല്യൂഷൻ അവിടെ പോസിബിൾ ആയത് എന്നൊരു കോൺസെപ്റ്റാണ് ഗോർഡൻ ചൈൽഡ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അർബൻ റെവല്യൂഷൻ എന്ന് അദ്ദേഹം പറയുന്ന വാക്കിന് 10 പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ കൂടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് അർബൻ റെവല്യൂഷൻ നടന്നു എന്ന്
പറയണമെങ്കിൽ അതിൽ 10 ക്രൈറ്റീരിയ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഒന്ന്, അവിടെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, പ്രീവിയസ് സെറ്റിൽമെന്റ്സിനെ അപേക്ഷിച്ച് വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ഈ സ്ഥലം. ദെൻ അടുത്തതായിട്ട് ഇവിടെ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ, പല കാര്യങ്ങളും സ്പെഷ്യലി ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മെർച്ചൻസ്, ഒഫീഷ്യൽസ്, പ്രീസ്റ്റ്, ക്രാഫ്റ്റ്സ്മാൻ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഈ ഭാഗത്ത് ഉണ്ടാവും എന്നും അദ്ദേഹം പറയുന്നു. ദെൻ അത് കഴിഞ്ഞാൽ അവിടെ ഒരു ടാക്സ് കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വില്ലേജിൽ നിന്നും സിറ്റിയെ വ്യത്യസ്തപ്പെടുത്തുന്നതായ തരത്തിലുള്ള ബിൽഡിങ്സ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്ന റൂളിംഗ് ക്ലാസ് അവിടെ ഉണ്ടാവും. ഓക്കെ, റൂളിംഗ് ക്ലാസ് അവിടെ നിലവിലുണ്ടാവും. ദെൻ മാത്സും ജോമെട്രിയും ആസ്ട്രോണമിയും പോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിന് ഈ ഒരു മേഖല പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുന്നു. ദെൻ വളരെ ദൂരത്തേക്ക് ട്രേഡ് ചെയ്യുന്നൊരു ക്യാരക്ടറിസ്റ്റിക്സും പറയുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ 10 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകളാണ് ഒരു അർബൻ ഏരിയയ്ക്ക് ഗോർഡൻ ചൈൽഡ് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 നമ്മുടെ ടൗൺസിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ടുള്ള തിയറി ആയിട്ട് വരുന്നത്. ഒന്ന് ഗോർഡൻ ചൈൽഡയുടെ തിയറി, ദെൻ ഹെൻറി പയർണിയുടെ തിയറി, ദെൻ ലൂയിസ് മംഫോർഡിൻ്റെ ഒരു കോൺസെപ്റ്റുമാണ് അതിനകത്ത് വരുന്നത്. ദെൻ അർബൻ സിസ്റ്റം. അർബൻ സിസ്റ്റം എന്ന് പറയുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 തിയറീസാണ് ഇതിനകത്ത് വരുന്നത്. സെൻട്രൽ പ്ലേസും പ്രിമേറ്റ് സിറ്റി ആൻഡ് റാങ്ക് സൈസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 hour അല്ലെങ്കിൽ അതിൽ കൂടുതൽ തന്നെ സെൻട്രൽ പ്ലേസ് തിയറിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം, സെൻട്രൽ പ്ലേസ് ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് 1933 നമ്മുടെ സെൻട്രൽ പ്ലേസിൻ്റെ പ്രപ്പൗണ്ടർ എന്ന് പറയുന്ന വ്യക്തി ക്രിസ്റ്റാലറാണ്. ഓക്കെ, വാൾട്ടർ ക്രിസ്റ്റാലറാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള സെൻട്രൽ പ്ലേസസ് ഇൻ സദേൺ ജർമ്മനി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് 1933 ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് 1966 ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറേ ഒബ്ജക്റ്റീവ്സും അസംഷൻസും കോൺസെപ്റ്റ്സും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ പ്ലേസ്, അതിൻ്റെ സമീപ പ്രദേശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസ് ചെയ്യുന്ന ഒരു കോറിനെയാണ് അദ്ദേഹം സെൻട്രൽ പ്ലേസ് എന്തുകൊണ്ട് അർത്ഥമാക്കിയത്. ഇതിൻ്റെ ചുറ്റും വരുന്ന അഡ്ജസൻ്റ് ആയിട്ട് നിൽക്കുന്നതായ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പ്രദേശങ്ങളെ കോംപ്ലിമെൻ്ററി ഏരിയ എന്ന് വിളിക്കുന്നു. ദെൻ ഇവിടെ ഈ സെൻട്രൽ പ്ലേസിൽ നിന്നും അതിൻ്റെ പരിസരത്തേക്കുള്ള പ്രദേശങ്ങളിലേക്ക് ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ദെൻ ഇദ്ദേഹം 2 ടേം കൂടി, റേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ത്രഷോൾഡ് ഫോർ ഗുഡ്സ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം റേഞ്ച് ഓഫ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടി മാക്സിമം എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് റേഞ്ച് ഓഫ് ഗുഡ്സ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു ലാപ്ടോപ്പ് എനിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്നും ഞാൻ വാങ്ങില്ല. എനിക്ക് കുറച്ചുകൂടെ സെൻറ്റർ ആയിട്ടുള്ള, അപ്പം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സെൻറ്ററിലേക്ക് പോയിട്ടായിരിക്കും ഞാൻ അത് വാങ്ങുന്നുണ്ടാവുക. ഓക്കെ, അതേസമയം എനിക്ക് വേണ്ടത് ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ ആ ചോക്ലേറ്റ് വാങ്ങാൻ ഞാൻ ഒരുപാട് ദൂരത്തേക്ക് സഞ്ചരിക്കില്ല. ഓക്കെ, അപ്പം ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടി ഒരു കൺസ്യൂമർ എത്ര ദൂരം വരെ സഞ്ചരിക്കും എന്നുള്ളതാണ് റേഞ്ച് ഓഫ് ഗുഡ്സ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ത്രഷോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സംരംഭം നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മിനിമം വാല്യൂ എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തു. ആ ഷോപ്പ് നിലനിൽക്കണമെങ്കിൽ ഒരു ദിവസം എനിക്ക് എത്ര കച്ചവടം കിട്ടണം, ഒരു മാസം എനിക്ക് എത്ര ലാഭം കിട്ടണം എന്നുള്ളതിൻ്റെ കണക്കാണ് ത്രഷോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ആ തിയറിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ ഇതിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റിന്, ഈ ഒരു സെൻട്രൽ പ്ലേസ് തിയറിയെ 3 ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലൊരു സ്പേഷ്യൽ സ്ട്രക്ചറിനെ, ഒരു അർബൻ സിസ്റ്റത്തിനകത്തുള്ള അതിൻ്റെ സ്പേഷ്യൽ സ്ട്രക്ചറിനെ 3 അദ്ദേഹം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾ, ട്രാൻസ്പോർട്ടേഷൻ പ്രിൻസിപ്പിൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനും ഓരോ വാല്യൂസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ K വാല്യൂ 3 ആണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രിൻസിപ്പിൾ ആണെങ്കിൽ അവിടെ കോൺസ്റ്റന്റ് വാല്യൂ 4 ആണ്. അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾ ആണെങ്കിൽ 7 ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇത് എക്സാമിന് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ വാല്യൂ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഒക്കെ തന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു തിയറിയെ കുറച്ചുകൂടെ ഒരു മാറ്റങ്ങൾ വരുത്തിയ ഒരു വ്യക്തിയാണ് ഓഗസ്റ്റ് ലൂഷ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഒരു തിയറി 1940 പുട്ട് ഫോർവേഡ് ചെയ്യുകയും 1954
ഇത് എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം സെൻട്രൽ പ്ലേസിലെ ക്രിസ്റ്റാലർ നടത്തിയ തീരുമാനങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് ലോഷ് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തിയറിയിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ ആൻഡ് അതിൻ്റെ വാല്യൂ ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. then അടുത്താണ് റാങ്ക് സൈസ് റൂൾ എന്ന് പറയുന്നത്. റാങ്ക് സൈസ് റൂള് സ്വിപ്പാണ്. 1949 ഈ റാങ്ക് സൈസ് റൂള് പുട്ട് ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഒരു മൈഗ്രേഷൻ്റെ തിയറിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് എഫേർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു റാങ്ക് സൈസ് റൂൾ ഉൾപ്പെടെയുള്ള തിയറികളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം റാങ്ക് സൈസ് റൂളിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൗൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഓക്കെ, ഇപ്പം ഒരു ഫസ്റ്റ് ടൗണിൻ്റെ പോപ്പുലേഷനുമായിട്ട്, അതായത് പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് റാങ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ റാങ്കുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഇത് ഇങ്ങനെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ കഴിയുക ഒരു എക്സാമ്പിൾ പറയുമ്പോഴാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സിറ്റിയിൽ, ഒരു ലാർജസ്റ്റ് സിറ്റിയിൽ 10 lakh പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ 4ാമത്തെ സിറ്റിയുടെ പോപ്പുലേഷൻ കാണണമെങ്കിൽ ഈ 10 lakh ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. ഓക്കെ, ഇനി അവിടുത്തെ 12ാമത്തെ സിറ്റിയുടെ പോപ്പുലേഷനാണ് കാണേണ്ടതെങ്കിൽ ആ 10 lakh ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് അവിടുത്തെ 6ാമത്തെ സിറ്റിയുടെ പോപ്പുലേഷനാണ് വേണ്ടതെങ്കിൽ 10 lakh ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് റാങ്ക് സൈസ് റൂളിൽ സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം നിരന്തരമായിട്ട് ചിലപ്പോൾ ചോദിച്ചും കണ്ടിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ച് കാണാറുണ്ട് റാങ്ക് സൈസ് റൂള്. ഇതിനടുത്താണ് പ്രിമേറ്റ് സിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രിമേറ്റ് സിറ്റി കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് 1939 നമ്മുടെ മാർക്ക് ജെഫേഴ്സൺ ആണ്. ഓക്കെ, അപ്പം ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രദേശത്ത് ഒരു സിറ്റി ആ രാജ്യത്തുള്ള അല്ലെങ്കിൽ ആ കൺട്രിയിലുള്ള മറ്റ് സിറ്റികളെ അപേക്ഷിച്ച് ഡിസ്പ്രപ്പോർഷണൽ ആയിട്ട് വളരും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് പ്രൈമേറ്റ് സിറ്റി കോൺസെപ്റ്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, പ്രൈമേറ്റ് സിറ്റി കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റി, ഒരു കൺട്രിയിലുള്ള ഒരു സിറ്റി ലീഡിങ് സിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്രപ്പോർഷണലി ലാർജർ ദാൻ അതർ ഇൻ ദ സിസ്റ്റം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇദ്ദേഹം പ്രിമേറ്റ് സിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കാര്യങ്ങൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. പ്രൈമേറ്റ് സിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ ഏതെങ്കിലും ഒരു സിറ്റി, ഒരു ലീഡിങ് സിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിയുള്ള സിറ്റികളെ അപേക്ഷിച്ച് ഡിസ്പ്രപ്പോർഷണലി ലാർജർ ആയിരിക്കും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ ഈ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, അതായത് ഇത്തരത്തിൽ ഒരു സിറ്റി ഒരു രാജ്യത്ത് വളരണമെങ്കിൽ അതിന് കാരണമാകുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കൊളോണിയലിസം. ഓക്കെ, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമി ആയിരിക്കാം. ദെൻ അവിടുത്തെ ഒരു ഡുവൽ എക്കോണമി സിറ്റുവേഷൻ ആയിരിക്കാം. ഇതൊക്കെയാണ് ഇതിനെ ബേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അർബൻ ലാൻഡ് യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പം ഈ അർബൻ ലാൻഡ് യൂസിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഓരോ മോഡലും പുട്ട് ഫോർവേഡ് ചെയ്ത വ്യക്തികൾ, ആ വർഷം, ദെൻ അതിൻ്റെ സോണുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് കോൺസെൻട്രിക് സോൺ മോഡലാണ്. E.W. ബർജസ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. 1924 ഇദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. 27 വീണ്ടും ഇതിനെ റിവൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കോൺസെൻട്രിക് സോൺ തിയറിയെ നമുക്ക് 5 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ, ഒരു സിറ്റിയുടെ സെൻട്രൽ പ്ലേസ് ഒക്യുപ്പൈ ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ, സോഷ്യൽ ആൻഡ് സിവിക് ലൈഫ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഈ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിനകത്തായിരിക്കും. ദെൻ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് ഫാക്ടറീസ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മേഖലയാണ് ഫാക്ടറി സോൺ എന്ന് പറയുന്നത്. ഇത് 2ാമത്തെ സോണിലാണ് പെടുന്നത്. ദെൻ ട്രാൻസിഷൻ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ CBയുടെ സറൗണ്ടിങ്ങിൽ കാണപ്പെടുന്നതായ ഈ ഫാക്ടറീസിനകത്ത് വർക്ക് ചെയ്യുന്ന അതേസമയം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ താമസിക്കുന്ന മേഖലയാണ് സോൺ 2 എന്ന് പറയുന്നത്. സോൺ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് ഈ പ്രധാനമായിട്ടും ഫാക്ടറി വർക്കേഴ്സ് ആൻഡ് ലേബേഴ്സ് ആണ് ഈ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സോൺ 2-ൽ താമസിക്കാൻ പല കാരണങ്ങൾ കൊണ്ടും താമസിക്കാൻ പറ്റാതെ പോയ ആളുകൾ താമസിക്കുന്ന മേഖലയാണ് സോൺ 3 എന്ന് പറയുന്നത്. ദെൻ സോൺ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെറ്റർ റെസിഡൻസിൻ്റെ മേഖലയാണ്. ഓക്കെ, ഒരു മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ് താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ സോൺ 4 എന്ന് പറയുന്നത്. സോൺ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായ ഒരു പ്ലേസ് ആണ്. ഇതിനകത്ത് താമസിക്കുന്ന ആളുകൾ ഒന്നില്ലെങ്കിൽ ഈ അർബൻ സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്കോ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്ന, ഡെയിലി ട്രാവൽ ചെയ്ത് വരുന്ന വെൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉള്ളൊരു മേഖലയാണ് കമ്മ്യൂട്ട് സോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, കമ്മ്യൂട്ടേഴ്സ് സോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ രണ്ടാമതായിട്ട് വരുന്ന ഒന്നാണ് വെഡ്ജ് ഓർ സെക്ടറൽ മോഡലാണ്. ഹോമർ ഹൊയറ്റ് ആണ്, MR ഡേവിസ് ആൻഡ് ഹോമർ ഹൊയറ്റ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. 1939 ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് മിക്കവാറും എക്സാമിനൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് സഹിതം ഇത് ഏതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു 4 or 5 ഈ ഇമേജിൽ 4 or 5 സൂചിപ്പിക്കുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതും ചോദിക്കാറുണ്ട്. അപ്പം ഇത് 5 നമുക്ക് ഈ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വെഡ്ജ് ഓർ സെക്ടറൽ മോഡൽ, സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്, ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിങ് ആണ് സെക്കൻഡ് സോൺ വരുന്നത്. തേർഡ് സോണ് ലോ ക്ലാസ് ഹോംസ് ആണ്. ഫോർത്ത് സോണ് മിഡിൽ ക്ലാസ് ഹോംസും. അഞ്ചാമത്തെ സോൺ എന്ന് പറയുന്നത് ഹൈ ക്ലാസ് റെസിഡൻസും ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേം തന്നെ അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ അടുത്തതായിട്ട് വരുന്നത് മൾട്ടിപ്പിൾ ന്യൂക്ലിയർ മോഡലാണ്. ഇത് CD ഹാരിസൺ EL ഉൾമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് 1945 ഈ ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ സോണ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റും, രണ്ടാമത്തെ സോണ് ഹോൾസെയിൽ ലൈറ്റ് മാനുഫാക്ചറിങ്ങും, ദെൻ മൂന്നാമത്തത് ലോ ക്ലാസ് റെസിഡൻഷ്യൽ, നാലാമത്തത് മീഡിയം ക്ലാസ് റെസിഡൻഷ്യൽ, ദെൻ ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ അഞ്ചാമത്തെ സോണും, ആറാമത്തെ സോണ് ഹെവി മാനുഫാക്ചറിങ്ങും, അതുപോലെ തന്നെ ഏഴാമത്തെ സോണ് ഔട്ട്ലൈൻ ബിസിനസ് ഡിസ്ട്രിക്റ്റും, ദെൻ എട്ടാമത്തെ സോണ് റെസിഡൻഷ്യൽ സബർബും, ഒമ്പതാമത്തത് ഇൻഡസ്ട്രിയൽ സബർബുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂക്ലിയസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അട്രാക്റ്റിംഗ് എലമെൻ്റ് ആണ്. ഒരു അർബൻ ഗ്രോത്തിൻ്റെ അർബൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന ചില സ്ഥലങ്ങളാണ് ഈ ന്യൂക്ലിയസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു തിയറിയിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഷേപ്പും പിന്നെ ഓരോ നമ്പേഴ്സും ഓരോ സ്ഥലങ്ങളുടെയും പ്രത്യേകതയുമാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ദെൻ അടുത്തതായിട്ട് ചില പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ്. എന്താണ് മെഗാസിറ്റി? ഒരു സിംഗിൾ മെട്രോപൊളിറ്റൻ ഏരിയയാണ് നമ്മൾ മെഗാസിറ്റി എന്ന് വിളിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ആണ് ഈ ഒരു തീം ആദ്യമായിട്ട് പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്. ഒരു 10 മില്യൺ പോപ്പുലേഷനൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ മെഗാപോളിസ് എന്ന തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയിൻ ഓർ നെറ്റ്വർക്ക് ഓഫ് മെനി സിറ്റീസ് ആയിരിക്കും. ഒരുപാട് സിറ്റീസിൻ്റെ ഒരു അഗ്ലോമറേഷനാണ് മെഗാപോളിസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ ഗ്ലോബൽ സിറ്റി, ഇത് ജീൻ ഗോഡ്മാൻ ആണ് 1957 പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഗ്ലോബൽ സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഒരു വേൾഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ വേൾഡിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ആയിരിക്കും ഈ ഗ്ലോബൽ സിറ്റി എന്ന് വിളിക്കുന്നത്. സാസ്കിയ സാസൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. എഡ്ജ് സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ സെൻറ്ററിൻ്റെ ഔട്ട്സൈഡ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ന്യൂ സിറ്റിയാണ് എഡ്ജ് സിറ്റി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജോയൽ ഗാരിയു ആണ് ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ അർബൻ റൂറൽ ട്രാൻസിഷൻ സോണിനെയാണ് നമ്മൾ പെരി അർബൻ ഏരിയ എന്ന് വിളിക്കുന്നത്. ദെൻ റൂറൽ അർബൻ ഫ്രിഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ബൗണ്ടറി സോണാണ്. RE ഡിക്കിൻസൺ ആണ് ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സാറ്റലൈറ്റ് ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയുടെ അടുത്ത് പ്ലാൻ ചെയ്യുന്ന ഒരു പ്ലാനഡ് ടൗൺ ആണ് സാറ്റലൈറ്റ് ടൗൺ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ഈ കോൺസെപ്റ്റുകൾ പ്രൊപ്പൗണ്ട് ചെയ്ത വ്യക്തികൾ ആരാണ് എന്നുള്ള ഒരു ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട്. അപ്പം ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റ് ജോഗ്രഫി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു കോൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇയറുകൾ നമുക്കറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് സെറ്റിൽമെൻറ്റ് ജോഗ്രഫിയുടേത്. സോ ഈ ഒരു എക്സ്പ്ലനേഷനിൽ അവസാനമായിട്ട് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി വിത്ത് കൺസിസ്റ്റൻസി, ഗ്രാബ് കോൺസെപ്റ്റ് വിത്ത് ക്ലാരിറ്റി, കോൺകർ എക്സാം വിത്ത് കോൺഫിഡൻസ്, സെറ്റിൽമെൻറ്റ് ജോഗ്രഫി ഷോസ് ദ വേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ എക്സാമിനെ കോൺകർ ചെയ്യാൻ വേണ്ടി കഴിയും.
അതിന് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് സെറ്റിൽമെൻറ്റ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പം 2011 സെൻസസും കൂടി വെച്ച് നിങ്ങൾ ഇതിൻ്റെ അർബൺ ഏരിയയെക്കുറിച്ചും പോപ്പുലേഷനെ കുറിച്ചും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിൽ ഈ സെറ്റിൽമെൻറ്റ് ജോഗ്രഫി ആൻഡ് പോപ്പുലേഷൻ ജോഗ്രഫിയുടെ മേഖലകളിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവിധ ആശംസകളും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.